അങ്ങനെ നമ്മൾ ജൂലൈത്തെ പ്ലാനർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഇതിന് കളർ കൊടുക്കാം. ഞാനിവിടെ ഇപ്രാവശ്യം ഹണികോം തീമിലാണ് ചെയ്യുന്നത്. അതിനെക്കൊണ്ട് ഞാൻ ഈ ഷേപ്സ് വെച്ചിട്ട് അതിനുള്ളിൽ യെല്ലോ കളർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന മാതിരി തന്നെ ഞാൻ ഇതിന്റെ ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് ബാക്കിൽ ഒരു പേജ് വെറുതെ വിടുന്നുണ്ട്. പിന്നെ നിങ്ങൾ മൊത്തമായിട്ട് കളർ ചെയ്യുന്ന ടൈമിൽ ഈ ബ്രഷ് പെൻ യൂസ് ചെയ്യുന്നതൊക്കെയും ബെറ്റർ. പിന്നെ ഞാനിവിടെ 2 ഹണി ബീസിനൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. യെല്ലോക്ക് മാച്ച് ആയിട്ട് ഞാൻ ജൂലൈക്ക് ഒരു ബ്രൗൺ കളറാണ് കൊടുത്തിട്ടുള്ളത്. ഇനിയാണ് നമ്മളെ മെയിൻ ടാസ്ക്. ഈ സൈഡിൽ നമ്മൾ ഇങ്ങനെ ബോർഡർ വാരി വെച്ചിട്ട് ആ ഭാഗം മാത്രം അപ്പുറത്തെ പേജിൽ കളർ കൊടുക്കണം. ഇതിൻ്റെ അടുത്ത് ബ്രൗൺ കളർ ബ്രഷ് പെൻ ഇല്ല, അതിനെക്കൊണ്ട് ചെയ്യുമ്പോൾ കുറച്ച് പണിയുണ്ടായിരുന്നു. പക്ഷെ ഫൈനൽ ലുക്ക് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാറി കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലൂ കൊണ്ട് തൊട്ടിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ വരയ്ക്കുന്ന ടൈമിൽ ഒട്ടിക്കുന്ന ടൈമിൽ വൈറ്റ് കാണാതിരിക്കാൻ സൂക്ഷിക്കണം. അപ്പം ഫസ്റ്റ് പേജ് കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. അടുത്തൊരു റൈറ്റ് മൈ ഡേ പേജാണ്. ഇതിൽ ഞാൻ ഫസ്റ്റ് തന്നെ ഇവിടെ കുറച്ച് ഹണികോം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ബ്രഷ് പെൻ വെച്ചിട്ട് ഞാൻ ഇതൊക്കെ കളർ ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാനിവിടെ ഒരു കലണ്ടർ വെച്ചിട്ടുണ്ട്. ഇതിലാണ് ഞാൻ ഡേയും ഡേറ്റ്സ് ഒക്കെ കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ 1 to 5 സ്റ്റാർസ് വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നോട്ട്സും ഗോൾസ് ഒക്കെ എഴുതാനുള്ള ഒരു സെക്ഷനും കൂടി ഉണ്ട്. പിന്നെ ഇപ്രാവശ്യത്തെ ഗോൾസിൽ ഞാൻ 20K സബ്സ്ക്രൈബേഴ്സ്, അച്ചീവ് ഗുഡ് മാർക്സ്, റീഡ് ന്യൂ ബുക്സ്, കംപ്ലീറ്റ് ബുള്ളറ്റ് ജേർണൽ ഇതൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ റൈറ്റ് മൈ ഡേ പേജിന്റെ ഫൈനൽ ലുക്ക് ഇതാണ്. പിന്നെ വരുന്നത് ഒരു മൂഡ് ട്രാക്കറാണ്. ആൻഡ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നിങ്ങൾ വരയ്ക്കുന്ന ടൈമിൽ കറക്റ്റ് 1 to 31 ഡേയ്സ് തന്നെ മാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. പിന്നെ ഇവിടെ ഞാൻ ആകെ 5 ഇമോഷൻസ് മാർക്ക് ചെയ്തിട്ടുള്ളൂ. ഹാപ്പി, ഗുഡ്, നോർമൽ, ആംഗ്രി ആൻഡ് സാഡ്. പിന്നെ ഞാനിവിടെ 2 ഹണി ബീസിനൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. അത് കാണാൻ അതേമാതിരി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ കുറച്ചും കൂടി കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ തേൻ ഒലിക്കണ മാതിരി കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തത് വരുന്നത് ഒരു ഹാബിറ്റ് ട്രാക്കറാണ്. ഇവിടെ ഞാൻ മേക്ക് മൈ ബെഡ്, റീഡ് എ ബുക്ക്, കോണ്ടന്റ് ക്രിയേഷൻ, പ്രെയർ, ക്ലീൻ മൈ റൂം ഇതൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സർക്കിൾ വരയ്ക്കാൻ ഉപയോഗിച്ച ആ സ്കെയിലിൽ തന്നെ ഈ ഒരു ഷേപ്പ് ഉണ്ടായിരുന്നു. അതിനെക്കൊണ്ട് വരയ്ക്കാൻ ഭയങ്കര സിമ്പിളായിരുന്നു. പിന്നെ നിങ്ങൾ വരയ്ക്കുന്ന ടൈമിൽ കറക്റ്റ് സ്പേസ് വിടാൻ വേണ്ടി ശ്രദ്ധിക്കും. പിന്നെ വരുന്നത് സ്റ്റഡി ട്രാക്കറാണ്. പിന്നെ ഇപ്രാവശ്യം ഞാൻ ഇത് ഓരോ സബ്ജക്റ്റിനും ഓരോ കളർ ഇതാണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. അതേമാതിരി നമ്മൾ എത്ര മണിക്കൂർ പഠിച്ചത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓരോന്നിനും ഓരോ ഷേപ്പാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഡെയിലി ജേർണലാണ്. പിന്നെ ഇവിടെ ഞാൻ ഇത് ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് വരച്ചിട്ടുള്ളത്. അതിന് പ്രത്യേകിച്ച് വലിയ മീനിങ് ഒന്നുമില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഡൈക്കറ്റ് സ്മാർട്ട് പോയപ്പോൾ അവിടുന്ന് സ്റ്റാമ്പ് പഞ്ച് വാങ്ങിയിരുന്നല്ലോ. അതിനെക്കൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം മൊത്തം സ്റ്റാമ്പ് അടിച്ചിട്ട് വെക്കാന്ന്. പിന്നെ ഇപ്രാവശ്യത്തെ ഹൈലൈറ്റ് ഓഫ് ദ ഡേ കാണാൻ നല്ല രസമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിനേക്കാൾ കുറച്ചും കൂടി വെറൈറ്റി ആക്കിയിട്ട് ഞാൻ ഇപ്രാവശ്യം ഈ ബോക്സസിന്റെ ഉള്ളിൽ എഴുതാ വിചാരിച്ച്. The wind hums songs at the break of day, whispering pines. പിന്നെ ഇതിങ്ങനെ മാത്രമായി പിന്നെ കുറച്ച് ബോറായി തോന്നി. അതുകൊണ്ട് ഞാൻ ഹണികോമ്പിന്റെ ബോർഡറിൽ യെല്ലോ കളർ അടിച്ചെടുത്ത്. ഇപ്പോഴാണിത് കാണാൻ കുറച്ചും കൂടി അടിപൊളിയായിട്ടുള്ളത്. അടുത്തത് വരുന്നത് ഒരു സ്ലീപ്പ് ട്രാക്കറാണ്. ഇത് നമ്മൾ മെയിൻ മന്തിൽ ചെയ്ത് മരുന്ന് എത്ര മണിക്കൂറാണോ ഓർക്കുന്നത് അത് ജസ്റ്റ് കളർ ചെയ്ത് കൊടുക്കാം. പിന്നെ സബ്സ്ക്രൈബർ ലിസ്റ്റിന്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ മതിയാവും. ഞാനിടുന്ന ഓരോ വീഡിയോന്റെ അടിയിൽ നിങ്ങളെ പേര് കമന്റ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഞാൻ ഇതിലേക്ക് എഴുതാം.
അപ്പോൾ നമ്മൾ ഈ പ്ലാനർ നമുക്ക് ഫസ്റ്റ് തൊട്ട് ഒന്നുപാടി നോക്കാം. Entwine with the trees that stand, knotted in time by nature's hand. Each echo അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും മറക്കണ്ട. സോ ബൈ. opens